ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ പറ്റിയ ഒരു വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കി നോക്കിയാലോ. 12 വെണ്ടയ്ക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. 3-4 വെള്ളത്തിൽ കഴുകി അത് വെള്ളം വാലാൻ വയ്ക്കണം. 1 ഇഞ്ചോ 2 ഇഞ്ചോ വലിപ്പത്തിൽ നമുക്കത് കട്ട് ചെയ്ത് വയ്ക്കാം. പാനിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക അത്യാവശ്യം ഒന്ന് വഴന്ന് കിട്ടണം, എന്നാൽ അധികം ഫ്രൈ ആവേണ്ട ആവശ്യവുമില്ല. ഇതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയേ. നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അതേ പാനിലേക്ക് തന്നെ 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു 5-6 അല്ലി കാണും, ഇട്ട് കൊടുക്കാമേ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് നെടുവേ കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 സവാള സ്ലൈസ് ചെയ്തതും കൂടെ അതിലേക്കിടാം. എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അധികം ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ മതി. ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളി ഒന്ന് വെന്തുടയണമേ. ഇവിടെ എല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മാത്രം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മൂത്ത് വരാൻ മാത്രം ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇടയ്ക്ക്. ഇനി നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാമേ. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുക്കണമേ. നമുക്ക് തേങ്ങയുടെ 2ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് തിളയ്ക്കണം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് തിള വന്നാൽ മതി. വെണ്ടയ്ക്ക് നേരത്തെ വെന്താണല്ലോ, അത് കാരണം 2 മിനിറ്റ് നേരത്തേക്ക് മാത്രം തിളച്ചാൽ മതിയേ. മസാലകളും വെണ്ടയ്ക്കയും എല്ലാം ഒന്ന് യോജിക്കണം. അടച്ചു വെക്കേണ്ട ആവശ്യവുമില്ല കേട്ടോ. നന്നായി ഒന്ന് തിള വരണമെന്നേ ഉള്ളൂ. ഇപ്പോൾ നന്നായി തിളയൊക്കെ വന്ന് നന്നായി ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങാപ്പാൽ നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. കുറുകിയ തേങ്ങാപ്പാൽ ചേർക്കണം കേട്ടോ. ഇനി അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല, സ്റ്റൗ ഓഫ് ചെയ്യാമേ. പാത്രത്തിൻ്റെ ചൂട് മാത്രം മതി. വളരെ എളുപ്പമാണിത് തയ്യാറാക്കാൻ കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.